അടുത്ത ആക്ച്വലി നമ്മുടെ ഈ ബ്രാൻഡ്സിൻ്റെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ഒരുപാട് ആഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. ഇപ്പം ഇൻഡിഗോ ആണെങ്കിൽ ധോണിയാണ്, ലാലേട്ടനുണ്ട്, മോഹൻലാലുണ്ട്. അങ്ങനെ നോക്കിയാൽ അത്യാവശ്യം കരീന കപൂർ ഉണ്ടായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സ് എന്തോ. അപ്പം ആ രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ആണ് എല്ലാ കമ്പനീസും ചെയ്യുന്നത്. അപ്പം ഡസ് ദാറ്റ് ആക്ച്വലി മേക്ക് സെൻസ്? ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചിട്ട് നമുക്കൊരു ഫ്രം സ്ക്രാച്ച് ഒരു കമ്പനീനെ ഈ ലൈക്ക് മനസ്സിലായി 55% ഫുൾ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. പക്ഷെ അവർ ഒരു പൈനിയർ പ്ലേയേഴ്സും കൂടെ അവരായിരുന്നല്ലോ തുടങ്ങിയത് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പം അതിൻ്റേതായ ഒരു പ്ലസ് പോയിന്റ് അവർക്കുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും വലിയ മാർക്കറ്റിംഗ് മിക്സ് ചെയ്യാണ്ട് തന്നെ ഇപ്പം നമ്മളൊരു ചാനൽ ഇട്ടാൽ, ഇപ്പോൾ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഒരു ചാനൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആഡ് വന്ന ഒരു പെയിൻറ്റിൻ്റെ ആഡ് എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അപ്പം അത്രയും ഫണ്ടപ്പോൾ അവർ പുഷ് ചെയ്യുകയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ആക്ച്വലി അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നത്? അവർക്കും ഈ പറഞ്ഞതുപോലെ പെയിൻറ്റേഴ്സിനെ ആക്ച്വലി അവരെ കുറച്ചുകൂടെ എന്താ പറയുക ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ പഠിപ്പിച്ചിട്ടോ, കാര്യങ്ങളെപ്പറ്റി പഠിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ വൈ ദേ ഷുഡ് യൂസ് ദെയർ പെയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചാൽ ദാറ്റ് കുഡ് ക്രഞ്ച് ചെയ്തുകൂടെ ഒരുപാടായിട്ട് അവരുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസസ്. ബട്ട് ആ പാത്ത് ഫോളോ ചെയ്യുന്നത് ലൈക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ആ പാത്ത് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, അവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ടോക്കൺസ് അവരുടെയും പ്രൊഡക്റ്റിനകത്തുണ്ട്, ചിലതിനകത്തുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അനുസരിച്ചില്ലായിരിക്കും ചിലപ്പം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട് അവരുടെ അതിനകത്തുണ്ട്, പ്ലസ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതിനകത്ത് ഏഷ്യൻ പെയിൻറ്റ്സ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടോ? അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു ബേസിക്കായിട്ട് ഇപ്പോൾ യൂട്യൂബിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഏഷ്യാനെറ്റിനകത്ത് ഞങ്ങൾ അത് ആഡ് ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അത് ബിഫോർ കോവിഡ് ആയിരുന്നു. അത് നല്ലൊരു റെസ്പോൺസ് കിട്ടിയായിരുന്നു. പിന്നെ അതിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ, ബിക്കോസ് ഞങ്ങൾക്ക് വേറെ രീതിയിൽ ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് അതിൽ കൂടുതൽ പ്രയോജനം കിട്ടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട്. എനിക്കിപ്പോൾ ഈ ഓൾ കോൺവെർസേഷൻ മനസ്സിലായെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഒരു മോർ ദാൻ ഒരു B2C ബിസിനസ്സിനേക്കാളും ഇറ്റ്സ് ലൈക്ക് ഒരു B2B ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പെയിൻറ്റ് സ്റ്റോഴ്സും പെയിൻറ്റേഴ്സിനെയും നമുക്ക് ഒരുമിച്ച് നിർത്തിയാൽ കുറച്ചുകൂടെ B2B ബിസിനസ് അല്ലേ ഇത്? അതെ, B2B ബിസിനസ്സാണ് ഇത്, B2C ബിസിനസ് അല്ല. പക്ഷേ B2C ബിസിനസ്സിലേക്ക് പല ആൾക്കാരും വരുന്നുണ്ട്. ഡയറക്റ്റ് കൺസ്യൂമറിനെ തന്നെ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുള്ള ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അതാണ് ഈ ആക്ച്വലി ബർജറിൻ്റെ അവർ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് കാണുന്നത് ബർജർ ടീം തന്നെ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. അത് കറക്റ്റ്. അയത്തേട്ടൻ തുടങ്ങിയത് അവിടെ ഇരുന്നില്ല. അതെ. ഓക്കെ, അയത്തേട്ടൻ അടുത്ത കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണോ എന്ന് അറിയത്തില്ല. നമ്മുടെ ബൈജു നായരുടെ ഒരു വീഡിയോയിൽ അയത്തേട്ടൻ പറഞ്ഞു ലൈക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ജയ്പൂരിനേക്കാളും കേരളമാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ആക്ച്വലി പറഞ്ഞ് കേട്ട ബിസിനസ്സുകാർ വളരെ കുറവാണ്. അതെന്താ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തത്? ഞാൻ കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പം എൻ്റെ ഒരുപാട് അറിയുന്ന ആൾക്കാർ, ഇൻക്ലൂഡിങ് കേരളത്തിലുള്ള ആൾക്കാരും അതെ, നമ്മുടെ ഫ്രണ്ട്സും അതെ, പല ആൾക്കാരും അതെ, രാജസ്ഥാനിലുള്ളവരും അവരെന്നോട് പറഞ്ഞത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്, ബിക്കോസ് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മുടെ ഈ ഇറക്കുകൂലി, മറ്റേ നോക്കുകൂലി, അങ്ങനെ പല പല ഇഷ്യൂസ് അങ്ങനെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ഒന്നുമില്ലെന്നൊക്കെ ആയിരുന്നു ആ സമയത്ത് പറഞ്ഞത്. പക്ഷേ ഇനീഷ്യലി ഞാൻ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ മാനുഫാക്ചറിങ് ജയ്പൂരും ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അന്നേരം ഇനീഷ്യലി അവിടെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ തോന്നിയില്ല, ആ ഒരു ലെവലിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്തില്ല. പിന്നെ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ആയപ്പോഴാണ് ഞാൻ മാനുഫാക്ചറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. മാനുഫാക്ചറിങ് ഇപ്പോൾ ഏത് ഇയറാണ് സ്റ്റാർട്ട് ചെയ്തത്? മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 2017 ആണ്. എവിടെയാണ് നമ്മുടെ കളമശ്ശേരിയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? അപ്പം അതും ഈ ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ കിട്ടിയാണോ? എങ്ങനെയാണ്? അല്ല, ഇത് നമ്മൾ ആക്ച്വലി ലീസിനെടുത്തതാണ്. പക്ഷേ ഇപ്പം നമ്മൾ പുതിയ ഫാക്ടറി പണിതുകൊണ്ടിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ, കൂത്തുപറമ്പ് വലിയ വെളിച്ചം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയും, അവിടെയാണ് കൊണ്ടിരിക്കുന്നത്. അപ്പം അയത്തേട്ടൻ്റെ ഇതിൽ കേരളമാണ് കുറച്ചുകൂടെ ജയ്പൂരിനേക്കാളും, ജയ്പൂർ വെച്ചാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അയത്തേട്ടനതായിരിക്കുമല്ലോ. എന്നാന്ന് വെച്ചാൽ കേരളത്തിനകത്ത് പണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇഷ്യൂസ് ആയിട്ട് ഒരുപാട് മാറിയിട്ട് ഇപ്പം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഗവൺമെൻറ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പം ആ ഒരു ഗവൺമെൻറ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. ഇപ്പം KSIDCയിലെ നല്ല മറ്റേ ഈ ഓഫീസർമാർ ഭയങ്കര കോപ്പറേറ്റീവാണ്. നമ്മൾ എന്നാ ചോദിച്ചാലും നമുക്ക് അതിനനുസരിച്ചുള്ള നമുക്ക് എല്ലാം പറഞ്ഞു തരുകയും ചെയ്യും. ഇപ്പോൾ ഫണ്ടാണെങ്കിലും ഇപ്പം നമ്മുടെ ഫാക്ടറി പണിതുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു പ്രൊജക്റ്റാണത്. അതിനകത്ത് നമുക്ക് അതിനനുസരിച്ച് നല്ല ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് ലോൺ തന്നിട്ടുണ്ട്.
അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരുന്നുണ്ട്. പുതിയ ഇത് പണിയുന്ന പ്ലാന്റ് പണിയെന്ന് പറഞ്ഞ് ചോദിച്ചാണ് ഹൗ ബുള്ളിഷ് ആർ യു ഈ ഒരു പെയിൻറ് ഇൻഡസ്ട്രി എത്രത്തോളം ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻ ഇന്ത്യ? ഈ എന്നാന്ന് ചോദിച്ചാൽ പെയിൻറ്റ് ഇൻഡസ്ട്രി ആസ് സച്ച് നോക്കുകയാണെങ്കിൽ 10% CAGR ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇപ്പം ഇപ്പോഴത്തെ പെയിൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 75,000 crores ഇൻഡസ്ട്രിയാണ് ഡെക്കറേറ്റീവ് സെഗ്മെൻറ്റ് മാത്രം നോക്കുമ്പോൾ. ഡെക്കറേറ്റീവ് മാത്രം നോക്കുമ്പോൾ പ്ലസ് 2035 വരെ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഒരു 45% ആൾക്കാർ അർബൻ ഏരിയയിലായിരിക്കും താമസിക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫാമിലി, പർച്ചേസിങ് പവർ ഒരുപാട് ഇൻക്രീസ് ആവുന്നുണ്ട്, ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ആവുന്നുണ്ട്. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പം ഹൗസിങ് ഒരു വലിയൊരു ഘടകമാണല്ലോ അതിനകത്ത്. പിന്നെ ഗവൺമെൻറ് പ്രൊജക്റ്റ് ഒരു ഡ്രീമാണെങ്കിലും അതെ 60 million വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. അതും വലിയൊരു കൺസെപ്ഷനിലേക്ക് വരാണ്. അങ്ങനെ ആകുമ്പം പെയിൻറ്റ് ഇൻഡസ്ട്രി ആസ് സച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതുപോലത്തെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഫീസിബിലിറ്റി എന്നാണ്, അതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി എന്നാണ്, എത്ര വർഷം വരെ പെയിൻറ്റ് ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യും. കോമ്പറ്റീഷൻ ഡെഫിനറ്റ്ലി വരും. പക്ഷേ സ്റ്റിൽ ഈ ഇതിൻ്റെ സർവൈവ് ചെയ്യാൻ വേണ്ടി മോർ ദൻ എനിക്ക് തോന്നുന്നത് വേറെ പുതിയൊരു ടെക്നോളജി വന്നില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതാണ്. ഓക്കെ. ഈ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് എത്ര ഉണ്ട് കഴിഞ്ഞൊരു 15 വർഷത്തിൽ ഇങ്ങനെ എന്തോരം വന്നിട്ടുണ്ട്? ലൈക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് സൈഡ് ആണെങ്കിലും ശരി, പറഞ്ഞ ടിൻഡിങ് ആണെങ്കിലും ശരി, എത്രത്തോളം വന്നിട്ടുണ്ട്? ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ R&D ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് റിസർച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും ഇത് എൻറ്റയർലി ഒരു ഡെഡിക്കേറ്റഡ് ഡിവിഷനുണ്ട് R&Dക്ക് വേണ്ടിയുള്ള. അതിനകത്ത് ഞങ്ങൾ പെർ ഡേ വെച്ച് എല്ലാ ദിവസവും അതെ പല പല പ്രൊഡക്റ്റിനെ ഞങ്ങൾ അനലൈസിസ് ചെയ്യുകയും, ഇപ്പോൾ ഒരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾസ് മേടിച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് നോക്കുകയും അതിന് വേണ്ടി അതിനേക്കാളും ബെറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പല പ്രൊഡക്റ്റ് നമ്മൾ പല വലിയ കമ്പനിയുടെ പേര് പറയാൻ പറ്റില്ല എടുത്തിട്ട് അതിനേക്കാളും ബെറ്റർ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അന്നേ നമ്മൾ ഓർക്കും ഇവരെന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ R&D ഉണ്ടായിട്ട് അവർ എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് ചിലപ്പോൾ ഞങ്ങൾ ഓർക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. സോ ടെക്നോളജി വൈസ് ഇപ്പോൾ R&D ആണ് അതിൻ്റെ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജിക്കകത്ത് വലിയൊരു ചേഞ്ചസ് വന്നില്ലെങ്കിലും R&Dക്കകത്ത് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഇതൊരു മൊത്തം കെമിസ്ട്രി ആണല്ലോ അല്ലേ? കെമിസ്ട്രിയാണ്. കെമിസ്ട്രി മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പുതിയ എഡിറ്റീവ്സിനെ വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കവറേജിലാണെങ്കിലും അതെ, പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത്തിലാണെങ്കിലും അതെ, UV പ്രൊട്ടക്ഷനിലാണെങ്കിലും അതെ, അങ്ങനെ ഈ R&D ഡിവിഷൻ ആണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. R&D ആണോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് എപ്പോഴും ഈ ബിസിനസ്സിൽ നിൽക്കുന്നവർ? ഡെഫിനറ്റ്ലി. ഇപ്പം ടെക്നോളജി എന്ന് പറഞ്ഞാൽ മെഷീനറീസ് മാറിക്കൊണ്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്നാ പറയണ്ടേ സൊഫിസ്റ്റിക്കേഷൻ ആയിരിക്കും മാറുന്നത്. അതിനകത്ത് ബേസിക്കലി ഉണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റ് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും, വലിയൊരു ഡിഫറൻസ് അതിനകത്ത് ക്രിയേറ്റ് ആവത്തില്ല. പക്ഷേ അത് സൊഫിസ്റ്റിക്കേഷൻ ഹാൻഡ്ലിംഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ പാക്കേജിങ് ആയിരിക്കും കൂടുതലും ബെറ്റർ ആവുന്നത്. പക്ഷേ ഒരു പ്രൊഡക്റ്റിനകത്ത് ഇപ്പോൾ പുതിയ കെമിസ്ട്രി അല്ലെങ്കിൽ പുതിയ അഡിറ്റീവ്സ് വരുമ്പം അതിനെ വെച്ച് പ്ലേ എങ്ങനെ ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്യേണ്ടത് R&D ഡിവിഷനായിരിക്കും. ഞങ്ങൾ ഒരുപാട് കൂടുതൽ R&D ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ടോട്ടൽ അമൗണ്ടിൻ്റെ ഒരു 2 to 3% ഞങ്ങൾ R&Dക്ക് അത് എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.